നമസ്കാരം. ഇന്ത്യയുടെ മുഖത്തേറ്റ അടി എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരുന്നു. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് യാത്രാമധ്യേ ശ്രീലങ്കയുടെ തെക്ക് വശത്തായി ആക്രമിക്കപ്പെടുകയും ഏതാണ്ട് 80-ലേറെ നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്ത അമേരിക്കയുടെ നടപടിയെക്കുറിച്ച്. കാരണം ഇന്ത്യയിൽ നടന്ന ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ, ഇന്ത്യൻ രാഷ്ട്രപതി റിവ്യൂ ചെയ്ത ഫ്ലീറ്റ് റിവ്യൂ ആണത്. അതേപോലെ തന്നെ എക്സസൈസുകൾ മിലൻ 2026 എന്ന നേവൽ എക്സസൈസും കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിക്കാണ് ഈ ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചത്. അമേരിക്കയുടെ ലോസ് ഏഞ്ചൽസ് ക്ലാസ് ന്യൂക്ലിയർ സബ്മറീൻ ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചതെന്നും അവിടത്തേക്ക് കൂടി, അതായത് ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിലേക്ക് കൂടി ഇറാനിയൻ അമേരിക്കൻ ടെൻഷൻ വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു നടപടിയായി വേണം ഇതിനെ കാണാൻ. രണ്ട്, ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ഇന്ത്യയുമായുള്ള സൗഹാർദ്ദം ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് എന്നും കരുതുന്നവരേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ മുഖത്തേറ്റ അടി എന്ന് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആവട്ടെ, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആവട്ടെ, ഇതുവരെ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങേയറ്റം ചോദ്യശരങ്ങൾ നേരിട്ട ശേഷം ഞങ്ങളത് പഠിച്ച് പ്രതികരിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം. അന്താരാഷ്ട്ര രീതികൾ അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുന്ന മറ്റൊരു രാജ്യത്തെ നാവിക കപ്പലിന് ഈ രാജ്യത്തോടുള്ള അതേ സൗഹാർദ്ദം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് നമ്മളുടെ അയൽവക്കക്കാരൻ കാണിക്കുന്ന ഒരു മര്യാദ വളരെ കോമൺ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. യുദ്ധം ഒരിടത്ത് നടക്കുന്നു, അവിടെ നിന്ന് ആയിരക്കണക്കിന് ദൂരെ ആണ് ഇറാനിയൻ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. അതിലേറ്റവും സങ്കടകരമായ അവസ്ഥ, അമേരിക്ക തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ അതൊരു അവർ അറ്റാക്ക് ചെയ്ത അതേ സബ്മറീനിൻ്റെ പെരിസ്കോപ്പ് ലെവലിൽ ആ സബ്മറീൻ ഇവരുടെ കപ്പൽ മുങ്ങുന്നത് കണ്ടുകൊണ്ടിരുന്നവർ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയിൽ ജീവന് വേണ്ടി ഇറാനിയൻ കപ്പലിൽ നിന്ന് നാവികർ കടലിലേക്ക് ചാടുന്നത് നമുക്ക് കാണാനാവും. ഇതിൽ ഒരാളെപ്പോലും രക്ഷിക്കാനായി പോലും ഈ അന്തർവാഹിനി മുതിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് പോലും തങ്ങൾ ആക്രമിച്ച കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തു വരുന്നവരെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിക്കോട്ടെ എങ്കിൽ പോലും അവരെ രക്ഷിക്കാൻ ശത്രുരാജ്യങ്ങൾ കാണിച്ചു. ജർമ്മനി പോലും ഇത്തരത്തിൽ അവരുടെ കീഴടക്കുന്ന നാവികരെ പുറം കടലിൽ നിന്ന് അവർ രക്ഷിച്ച് അവരുടെ തടവറകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവരാരെയും കടലിൽ മരിക്കാൻ അനുവദിക്കുന്നില്ല. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുദ്ധമേഖലയിൽ നിന്നും ആയിരക്കണക്കിന് ദൂരെ തികച്ചും സമാധാനപരമായ ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിൽ ആണ് ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത്. അതും വിശാഖപട്ടണത്ത് നിന്ന് തിരിച്ച് ശ്രീലങ്കയുടെ തെക്കുവശം ചുറ്റി കൊച്ചിയിലെത്തി റീഫ്യൂൽ ചെയ്ത് വീണ്ടും ഒരു പക്ഷേ ഇറാനിലേക്ക് തന്നെ മടങ്ങേണ്ട ഒരു കപ്പലായിരുന്നു IRIS ദേന എന്ന ഫ്രിഗേറ്റ് കാറ്റഗറിയിൽപ്പെട്ട ഇറാൻ്റെ കപ്പൽ. അതിനെയാണ് ലോസ് ഏഞ്ചൽസ് ക്ലാസ്സിലെ അന്തർവാഹിനി ഒരു ടോർപിഡോ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നത്. IRIS ദേനയിൽ ഒരിക്കലും ഇത്രയും നിശബ്ദമായി തങ്ങളെ പിന്തുടർന്നെത്തിയ അന്തർവാഹിനിയെ തിരിച്ചറിയാൻ ഉള്ള ഉപകരണങ്ങളില്ല എന്ന് വേണം നമുക്ക് പ്രാഥമികമായി വിലയിരുത്തുവാൻ. ന്യൂക്ലിയർ സബ്മറീൻ്റെ പ്രത്യേകത തന്നെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ ആഴത്തിൽ, ഓഷ്യൻ്റെയും കടലിൻ്റെയും ആഴത്തിൽ മുങ്ങിക്കിടക്കുവാനും ശത്രുക്കളുടെ നീക്കങ്ങൾ അല്ലെങ്കിൽ ആ വഴിയുള്ള എല്ലാ ഷിപ്പിംഗ് നീക്കങ്ങളെയും നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഉണ്ട്. ഡീസൽ സബ്മറീൻ, കൺവെൻഷണൽ എഞ്ചിനുള്ള ഡീസൽ സബ്മറീൻ ആണെങ്കിൽ 24 മണിക്കൂർ ഒരിക്കലെങ്കിലും അത് ജലോപരിതലത്തിലെത്തി അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വാതകങ്ങളെ, ബാറ്ററി പ്രവർത്തിക്കുന്നതും എൻജിൻ പ്രവർത്തിക്കുന്നതുമായ വാതകങ്ങളെ പുറന്തള്ളേണ്ട, പുതിയ ഫ്രഷ് എയർ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു പ്രക്രിയ നടക്കണം. ഈ ഫ്ലഷിംഗ് ഔട്ട് ഒരു ന്യൂക്ലിയർ സബ്മറീനിൽ ആവശ്യമില്ല. മാത്രമല്ല, ഒരു ഡീസൽ എൻജിൻ പ്രവർത്തിക്കുന്ന പോലെയുള്ള യാതൊരുവിധ ശബ്ദവും ഇല്ലാതെയാണ് ന്യൂക്ലിയർ അന്തർവാഹിനികൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ IRIS ദേന എന്ന ഇറാനിയൻ കപ്പലിന് തങ്ങളെ പിന്തുടർന്നെത്തുന്ന ഈ അപകടത്തെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കാര്യം ഒരൊറ്റ ടോർപിഡോയിലൂടെ ആ കപ്പലിനെ തകർക്കുന്നതാണ് അമേരിക്ക തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ നമ്മൾ കാണുന്നത്.
ഈ കപ്പലിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു സ്ഫോടനം ഉണ്ടാകുന്നുണ്ട്. അതൊരു പക്ഷേ ആദ്യം ഒരു ടോർപിഡോ വിക്ഷേപിച്ച് തട്ടി ഉണ്ടാവുന്നതാവും. പക്ഷേ രണ്ടാമത്തെ ടോർപിഡോ ആണ് ഈ കപ്പലിനെ നെടുകെ പിളർക്കുന്നത്. ആ വീഡിയോയിൽ കാണാം, ആ കപ്പലിൻ്റെ മുൻഭാഗം ജലോപരിതലത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയാണ് താഴേക്ക് പതിച്ച് പിന്നെ മുങ്ങിപ്പോകുന്നത്. 188ഓളം നാവികരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. ഇവിടെ അവരെ രക്ഷിക്കാൻ ഇവർ അമേരിക്കൻ അന്തർവാഹിനി മെനക്കെടുന്നില്ല. അവർ അറ്റാക്ക് ചെയ്ത ശേഷം അവർ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയാണ്. ശ്രീലങ്കൻ നാവികസേന സഹായ അഭ്യർത്ഥന കേട്ട് അവിടെ എത്തിയാണ് ഏതാണ്ട് 36-40 പേരോളം രക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യ ഈ സഹായ എക്സസൈസിൽ, അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂ എക്സസൈസിൽ പങ്കെടുത്തോ എന്ന് പോലും നമുക്ക് വിവരങ്ങൾ തരുന്നില്ല. നമ്മൾ പലരോടും ആരാഞ്ഞു, നിശബ്ദതയാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇത് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ ലിറ്ററൽ ഏരിയയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുവാൻ ശ്രമിക്കുകയും ഇന്ത്യൻ ഓഷ്യൻ ലിറ്ററൽ രാജ്യങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, സാർക്ക് പോലെയുള്ള രാജ്യങ്ങളിലെ നാവികസേനയെ വരെ പരിശീലിപ്പിക്കുന്ന രീതിയിൽ ഈ മേഖലയിൽ ബന്ധമുറപ്പിച്ചിട്ടുള്ള ഇന്ത്യ ഇത് കണ്ടു നിന്നു എന്ന് പറയുന്നത് തികച്ചും ഡിപ്ലോമാറ്റിക്കലി ഒരു ഷെയിംഫുൾ ഇൻസിഡൻ്റ് ആണ്. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് പങ്കില്ലാത്ത യുദ്ധമാണ്. അവിടുത്തെ നേതാവിനെ, നേതാവ് അയത്തുള്ള ഖമേനിയെ കൊലപ്പെടുത്തിയ പോലും ഇന്ത്യ പ്രതികരിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ തൊട്ട് പിന്നാമ്പുറത്ത്, വളരെ ഒരു സാധാരണ ഭാഷയിൽ പറയാൻ, പിന്നാമ്പുറത്ത് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുവാൻ അമേരിക്ക മുതിർന്നിരിക്കുന്നത്. ഇവിടെ ഇന്ത്യക്കുണ്ടാകുന്ന നാണക്കേടിനപ്പുറത്തേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് നടക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യ ശ്രീലങ്ക ഇതിന് സമീപ പ്രദേശത്തുകൂടെ. നാച്ചുറലായിട്ടുള്ള പോർട്ടുകൾ കൂടാതെ തന്നെ ഇൻ്റർനാഷണൽ ഫ്രൈറ്റ് മൂവ്മെൻറ്റ്, അത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും തിരിച്ചും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന, ഏതാണ്ട് 84% ഫ്രൈറ്റ് മൂവ്മെൻറ്റ് ഈ മേഖലയിലൂടെ പോയാണ് മറ്റ് പല രാജ്യങ്ങളിലേക്കും നീങ്ങിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ 2 മേജർ പോർട്ടുകൾ നമ്മുടെ തീരത്തുണ്ട്, നമുക്കറിയാം, വിഴിഞ്ഞവും വല്ലാർപാടവും. അതേപോലെ തന്നെ തൂത്തുക്കുടി പോർട്ടുണ്ട്, ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ടുകളെല്ലാം ലോക കപ്പൽ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതും ഓരോ മൂവ്മെൻറ്റിനും വളരെ പിവട്ടൽ റോളുള്ള പോർട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് വഴി ഓൾറെഡി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും റെഡ് സീ മേഖലയിൽ ഉണ്ടാകുന്ന ടെൻഷൻ കാരണവും കപ്പൽ വ്യവസായം, ഫ്രൈറ്റ് ട്രാഫിക് ഒരു വല്ലാതെ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആണ് ഇവിടുത്തെ ഒരു മൂവ്മെൻറ്റ് കൂടെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന രീതിയിൽ അമേരിക്ക തയ്യാറായിരിക്കുന്നത്. ഇതൊരു വെറും ശത്രുരാജ്യത്തോട് കാണിക്കുന്ന ഒരാക്രമണമല്ല, അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു ശത്രുരാജ്യത്തിൻ്റെ കപ്പലിനെ നശിപ്പിക്കാനാവും എന്ന കഴിവ് തെളിയിക്കലുമല്ല. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക തകർച്ച ഉറപ്പിക്കുന്നതിനും അതുവഴി അമേരിക്കയെ കൂടുതൽ ആശ്രയിക്കണം എന്നൊരു ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഈ നാണക്കേടിൽ നിന്ന് മുക്തമാവണമെങ്കിൽ ശക്തമായ ഒരു അഭിപ്രായം ഇതേക്കുറിച്ച് അപലപിക്കുക തന്നെ വേണം. അഭിപ്രായ പ്രകടനത്തിലൂടെ ഈ അറ്റാക്കിനെ അപലപിക്കുക തന്നെ ഇന്ത്യ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിനുള്ള കാരണം പറയുന്നത്, പല രാജ്യങ്ങളും ആശ്രയിക്കുന്ന ഒരു നാവിക ശക്തിയാണ് ഇന്ത്യ. ഇന്ത്യൻ ഓഷ്യൻ ഏരിയയിൽ ഇന്ത്യയുടെ ആധിപത്യം തകർക്കുവാനായിട്ട് ചൈന ഈ അടുത്ത കാലം വരെ മാൽദീവ്സിൽ നടത്തിയ പ്രവർത്തനങ്ങളെ നമുക്കറിയാം. അതുപോലെ തന്നെ ചൈനയുടെ തന്നെ ആൻഡമാനോട് സമീപത്ത് വരുന്ന കോക്കോ ഐലൻഡിൽ ചൈന എയർപോർട്ടും അതേപോലെ തന്നെ വലിയ പോർട്ടുകളും പണിയുന്നുണ്ട്. അവിടെ നിന്ന് ഇറാനിലുണ്ടായ ആക്രമണത്തിൽ തന്നെ ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കുന്ന ചബഹാർ പോർട്ടിലാണ് അമേരിക്ക ആദ്യം ആക്രമിച്ചത്. അപ്പോൾ ഇറാനെ മാത്രമല്ല ആക്രമണത്തിലൂടെ, പക്ഷേ ഇന്ത്യൻ ഓഷ്യൻ മേഖലയിൽ ഇന്ത്യയുടെ ആധിപത്യത്തെ കൂടി വെല്ലുവിളിക്കുകയാണ് അമേരിക്ക ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഇന്ത്യ ഇതിനോട് പ്രതികരിക്കുന്ന രീതിയിലായിരിക്കും നാളെ ഇന്ത്യക്ക് മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്ന്, ഓൾറെഡി ഇന്ത്യയുടെ അയൽക്കാരുമായുള്ള ബന്ധം വളരെ സ്ട്രെയിൻഡാണ്. ഇന്ത്യ ഏതാണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് മറ്റ് പല രാജ്യങ്ങളുമായി വളരെ നല്ല ഡിപ്ലോമാറ്റിക് മുന്നേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ അയൽപക്കങ്ങളിലെ രാജ്യങ്ങൾ ഇന്ത്യയോടുള്ള അവിശ്വാസം വളരുന്ന ഒരു കാലഘട്ടമാണിത്. അതിൽ പലതും നമ്മൾ രണ്ടാമത് നമ്മുടെ ഡിപ്ലോമാറ്റിക് മെനൂവറിലൂടെ ശ്രീലങ്കയുമായും മാൽദീവ്സുമായും ഒക്കെ ബന്ധം സ്ഥാപിച്ചെങ്കിലും ഇന്നും ആ വിശ്വാസം മുൻപ് ഉണ്ടായിരുന്ന ഒരു ഉറപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിൽ നടന്ന ഇന്ത്യൻ രാഷ്ട്രപതി സർവ്വസൈന്യാധിപ
റിവ്യൂ ചെയ്ത ഒരു ഫ്ലീറ്റ് അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു കപ്പലിനെ പിന്തുടർന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനോ. കാര്യം അന്താരാഷ്ട്ര മേഖലയിലേക്ക് ശ്രീലങ്കയുടെ ഗാലെ ദ്വീപിന് ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുള്ള ഗാലയ്ക്ക് സമീപം 73 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ആക്രമണം നടന്നത്. അതായത് ഇറാനിയൻ കപ്പൽ അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് കടന്ന ഉടൻ തന്നെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്രയും സമയം ഈ കപ്പലിനെ ഈ അന്തർവാഹിനി പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ പിന്തുടരുകയും നല്ലൊരു കെണിയൊരുക്കുകയും, അതുകൊണ്ടാണ് ഒറ്റ ടോർപിഡോയിൽ നമ്മൾ കൺഫേം ചെയ്യാൻ പറ്റാത്ത റിപ്പോർട്ട് വരുന്ന 1945 ശേഷം ലോക നാവിക ചരിത്രത്തിൽ തന്നെ ഒരൊറ്റ ടോർപിഡോ കൊണ്ട് ഒരു കപ്പലിനെ മുക്കുന്ന ആദ്യ സംഭവമാണ് ഇന്നലെ നടന്നത് എന്നാണ്. അപ്പോൾ അത്രയധികം സ്ട്രാറ്റജിക് പൊസിഷൻ, ഫയറിംഗ് പൊസിഷനിലെത്തിയ ശേഷമാണ് ഈ ലോസ് ഏഞ്ചൽസ് ക്ലാസ് ആണവ അന്തർവാഹിനി IRIS ഡേനയ്ക്ക് നേരെ ടോർപിഡോ വിക്ഷേപിച്ചത്. ഒരു ടോർപിഡോ വരുമ്പോൾ ഒരു കപ്പലിന് മാറിപ്പോകാനുള്ള പല നേവൽ മനുവേഴ്സ് ഉണ്ട്. അതിനൊക്കെ ആ ടോർപിഡോ തങ്ങൾക്ക് നേരെ വരുന്നു എന്നുള്ള ഒരു അഡ്വാൻസ് നോട്ടീസ് ആ കപ്പലിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നൽകും. ഉദാഹരണം സോണാറുകൾ, എയറിൽ എങ്ങനെയാണോ ആകാശത്തോടി വരുന്ന വിമാനങ്ങളെ റഡാർ കാണിച്ചു തരുന്നത്, അതുപോലെയാണ് ജലോപരിതലത്തിലും അന്തർഭാഗത്തു നിന്നും വരുന്ന ത്രെട്ടുകളെ ഒരു സോണാർ കാണിച്ചു തരിക. അപ്പോൾ IRIS ഡേനയുടെ സോണാറിൽ ഈ ന്യൂക്ലിയർ സബ്മറൈൻ പതിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അത്രയധികം മഫിൾഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്, സ്റ്റെൽത്ത് ക്ലാസ്സാണ് ലോസ് ഏഞ്ചൽസ് ക്ലാസ് മുങ്ങിക്കപ്പലുകൾ. അത് പ്രത്യേകിച്ച് ആണവ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ തികച്ചും നിശബ്ദമായി കടലിനടിയിൽ പതിയിരുന്ന് ആക്രമിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ശ്രേണിയിൽപ്പെട്ട അന്തർവാഹിനിയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന ഒരു അതിഥി കപ്പലിനെ പിന്തുടർന്ന് ഒരു പേരിന് മാത്രം ഇൻ്റർനാഷണൽ ബോർഡറിൽ കടന്ന ഉടനെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അതിലെ നാവികർ ജീവന് വേണ്ടി വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരെ രക്ഷിക്കാൻ പോലും മെനക്കെടാതെ അവരെ കീഴ്പ്പെടുത്താം, അവരെ അറസ്റ്റ് ചെയ്യാം, ഇതൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ ആ മാന്യത പോലും കാണിക്കാതെ ആ കൊലപാതകം നടത്തിയ ശേഷം അവിടെ നിന്ന് മാറിപ്പോവുകയും അതുവഴി ഇന്ത്യയുടെ തന്നെ നയതന്ത്ര ബന്ധത്തിന്, നാവിക റിലേഷൻസിന്, മറ്റു രാജ്യങ്ങളുടെ നാവിക റിലേഷൻസിന് ഒരു വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഒരു തരത്തിൽ പറഞ്ഞാൽ പശ്ചിമേഷ്യൻ മേഖലയിൽ നടക്കുന്ന ഈ സംഘർഷത്തിലേക്ക് ഇന്ത്യയെ വലിച്ചടുപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യ ഏത് പൊസിഷൻ എടുക്കും, ശക്തമായ നിലപാടെടുക്കുമോ, അമേരിക്ക അപലപിക്കുമോ, പല കാര്യങ്ങളും നിശബ്ദമായിരിക്കുന്ന ഇന്ത്യയുടെ ഡിപ്ലോമസി ഈ പ്രതിസന്ധിയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുകയും ഇന്ത്യ എന്ന ഒരു നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് തൊട്ട് ലോകത്ത് നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഒരു പ്രത്യേക സ്ഥാനത്തിന് കോട്ടം തട്ടാതെ എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടം കടന്ന് എടുക്കും എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.